ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. നവംബർ മാസത്തിന് തുടക്കം കുറിക്കുവാൻ പോകുന്നു. ഈ നക്ഷത്ര ജാതകരെ മഹാഭാഗ്യമാണ് തേടി വരുവാൻ പോകുന്നത്. അതായത് ശുക്രൻ മാറുന്നത് 3 തവണയാണ്. നവംബറിൽ 3 ഇരട്ടി ഭാഗ്യം ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തും. പൊതുവെ ഗുണാനുഭവങ്ങൾ വളരെയധികം പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് വഴിയൊരുക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നതിന് ശുക്രൻ മികച്ച ഗ്രഹമായാണ് നാം കണക്കാക്കുന്നത്. എന്നാൽ നവംബർ 7 വൈകുന്നേരം ശുക്രൻ ചിത്ര നക്ഷത്രത്തിൽ നിന്നും ചോതി നക്ഷത്രത്തിലേക്ക് മാറും. അതിൻ്റെ ഫലമായി പല തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ 27 നക്ഷത്ര ജാതകരിലും ഉണ്ടാകുവാൻ പോകുന്നത്. അതിനുശേഷം നവംബർ 18 ശുക്രൻ ചോതി നക്ഷത്രത്തിൽ നിന്നും വിശാഖം നക്ഷത്രത്തിലേക്ക് മാറും. അതിനുശേഷം നവംബർ 29 രാവിലെ ശുക്രൻ വിശാഖം നക്ഷത്രത്തിൽ നിന്നും അനിഴം നക്ഷത്രത്തിലേക്ക് മാറുന്നതാണ്. ഇത്തരത്തിലുള്ള 3 മഹാമാറ്റങ്ങളാണ് ഈ മാസത്തിൽ നടക്കുവാൻ പോകുന്നത്. ആദിത്യൻ തുലാം വൃശ്ചികം രാശികളിൽ സഞ്ചരിക്കുന്നു. ചോതി വിശാഖം അനിഴം ഞാറ്റുവേലകളിലാകും ആദിത്യൻ. നവംബർ 4 വെളുത്ത വാവും നവംബർ 18, 19 തീയതികളിൽ കറുത്ത വാവും വരുന്നു. നവംബർ 21 ഹേമന്ത ഋതുവും മാർഗശീർഷ മാസവും ആരംഭിക്കുന്നു. അതിചാര വ്യാഴം നവംബർ മുഴുവൻ ഉച്ചരാശിയായ കർക്കിടകത്തിൽ തന്നെയാണ്. എന്നാൽ നവംബർ 14 മുതൽ വക്രഗതി തുടങ്ങും. ശനി നവംബർ മുഴുവൻ കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിലാണ്. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും വിപരീത ഗതിയായി തുടരുന്ന കാലമാണ്. ചൊവ്വ വൃശ്ചികം രാശിയിലാണ്. നവംബർ 5 മുതൽ ചൊവ്വയ്ക്ക് മൗഢ്യം ഭവിക്കുന്നു. ബുധൻ വൃശ്ചികത്തിലാണ് മാസാദ്യം. നവംബർ 22 വക്രഗതിയായി വീണ്ടും തുലാത്തിലെത്തും. വക്രമൗഢ്യമുണ്ട്. ശുക്രൻ നവംബർ 2 നീചരാശിയായ കന്നിയിൽ നിന്നും സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് പ്രവേശിക്കും. നവംബർ 26 വൃശ്ചികത്തിലേക്കും സംക്രമിക്കുന്നതാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ 2025 നവംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. വ്യാഴം ഉച്ചസ്ഥിതിയിൽ തുടരുന്നതും രാഹുവിൻ്റെ 11 സഞ്ചാരവും വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ വരുമാന മാർഗം സുസ്ഥിരമാകും. രാശ്യാധിപനായ ചൊവ്വയ്ക്ക് മൗഢ്യം വരുന്നത് ആത്മവീര്യത്തെ അല്പം ദുർബലപ്പെടുത്തുന്നതാണ്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും ആശങ്കകൾ കടന്നുകൂടും. സഹോദരങ്ങളുമായി കലഹം, അവകാശ തർക്കങ്ങൾ എന്നിവ സാധ്യതകളാണ്. മിത്രങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചതിനും അപ്പുറം വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട്. വീട്ടിലും സമാനമായ നവീകരണം ഉണ്ടാകും. ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനുള്ള ഇച്ഛാശക്തി വന്നു ചേരുന്നതാണ്. ആദ്യത്തിൻ്റെ അനിഷ്ടസ്ഥിതിയാൽ മേലധികാരികൾക്ക് അപ്രീതിയുണ്ടാകും. പിതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം കരുതലുണ്ടാകണം. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദം നിലനിർത്തുവാൻ കഴിയുന്ന മാസമാണ്. സ്ത്രീജനങ്ങളുടെ സഹകരണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രന് നീചം കഴിഞ്ഞ് സ്വക്ഷേത്രസ്ഥിതി വരുന്നത് വളരെയധികം ഉത്തമമാണ്. നല്ല യാത്രകൾ ഉണ്ടാകും. കൂട്ടുകച്ചവടത്തിൽ നിന്നും തരക്കേടില്ലാത്ത ലാഭം വന്നെത്തുന്നതാണ്. പ്രണയം പുഷ്കലമാക്കും. കലാപരമായ സിദ്ധികൾ പ്രദർശിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരും. നവസംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രജിസ്ട്രേഷൻ വൈകുവാൻ ഇടയുള്ള മാസം കൂടിയാണ്. ഭൂമി കച്ചവടത്തിൽ അമളി പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കടബാധ്യതകൾ പരിഹരിക്കുവാൻ ശ്രമം തുടരേണ്ടതാണ്. ദാമ്പത്യ സൗഖ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുട്ടികളുടെ പഠന പുരോഗതിയിൽ വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്ന മാസമാണ്.
ചെലവിൽ നിയന്ത്രണം ആവശ്യമാണ്. സഹോദരങ്ങളുമായി പിണങ്ങുന്നതിന് കാരണങ്ങൾ തലപൊക്കുവാൻ ഇടയുണ്ട്. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി യാതൊരു കാരണവശാലും ഉപേക്ഷിക്കരുത്. കരാറുകളിൽ ഒപ്പിടും മുമ്പ് എല്ലാ നിബന്ധനകളും മനസ്സിലാക്കേണ്ടതാണ്. ആരോഗ്യപരമായി കൂടുതൽ കരുതൽ വേണ്ട മാസമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. സമ്മിശ്രമായ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഈ മാസവും വന്നു ചേരുക. സാങ്കേതികമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വളരെയധികം ശ്രമിക്കുന്നതാണ്. സ്വതസിദ്ധമായ പ്രവർത്തന ശൈലി മാറ്റുവാൻ തയ്യാറാകുന്ന മാസമല്ല. സഹോദരൻ്റെ ജോലിക്കാര്യത്തിൽ ശുപാർശ ഫലവത്താകും. അതിര് തർക്കങ്ങളിൽ അയവില്ലാത്ത സമീപനം ദോഷകരമായി ഭവിക്കുന്നതാണ്. പഠന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കുവാൻ വളരെയധികം ശുഷ്കാന്തി വേണ്ട മാസമാണ്. വരുമാന മാർഗങ്ങൾ പുഷ്ടിപ്പെടുത്തുവാൻ കൂടുതൽ അധ്വാനം ആവശ്യമാണ്. ഉപാജപങ്ങളെയെല്ലാം തള്ളിക്കളയുവാൻ കഴിയും. ഇഷ്ടവാഹനം വാങ്ങുവാൻ കഴിയുന്ന മാസമാണ്. ബന്ധുക്കളെ സന്ദർശിക്കുവാൻ കഴിയും. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന മാസം കൂടിയാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. സ്വന്തം സിദ്ധികൾ തിരിച്ചറിയുവാൻ കഴിയും. സാധനങ്ങളിലൂടെ അവയെ വളർത്തുവാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നതാണ്. ബിസിനസ്സിൻ്റെ പുരോഗതിയിൽ സന്തോഷം വന്നു ചേരും. വിപണിയുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. ആറാമിടത്ത് ആദിത്യൻ സഞ്ചരിക്കുകയാൽ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വൈകില്ല. രാഷ്ട്രീയത്തിൽ വിജയം കൊയ്യുന്നതാണ്. സ്വാതന്ത്ര്യം പണയപ്പെടുത്താതെ പ്രവർത്തിക്കുവാൻ കഴിയും. ഏജൻസി നടത്തിപ്പിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങുന്ന മാസമാണ്. കുടുംബത്തിൽ സാമാന്യമായ സമാധാനം ഭവിക്കുന്നതാണ്. പഠനം പൂർത്തിയാക്കിയ ആളുകൾക്ക് ജോലി കിട്ടുവാൻ ഇനിയും കാത്തിരിപ്പ് തുടരേണ്ടി വരും. പ്രണയ അനുഭവം ശക്തമാകുന്നതാണ്. കാമുകി കാമുകന്മാർക്ക് വിവാഹ സാഫല്യം വന്നു ചേരും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ കഠിന അധ്വാനം ആവശ്യമാണ്. ക്ലേശിച്ച് നേടിയെടുത്ത സാങ്കേതിക പരിജ്ഞാനം ഗുണകരമാകുന്ന മാസം കൂടിയാണ്. മേലധികാരികൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. സംഘടനയുടെ ഏകോപനത്തിൽ വിജയം കൈവരിക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം മെച്ചം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ധനപരമായ അമളികൾ വരാതെ ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. സുഹൃത്തുക്കളുടെ കൂട്ടുവ്യാപാരത്തിൽ പങ്കാളിയാകുവാൻ കഴിയുന്നതാണ്. പൊതുവെ കലാപ്രവർത്തനം കൊണ്ട് തന്നെ മെച്ചമുണ്ടാകുന്ന ഒരു മാസമാണ്. ഉപരിപഠനത്തിലുള്ള സാധ്യതയുണ്ട്. അർഹതയുള്ള സ്ഥാനക്കയറ്റം അവസാന നിമിഷം നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേതന വർധനവിനുള്ള ഭാഗ്യമുണ്ട്. ഗൃഹനിർമ്മാണത്തിനുള്ള പ്ലാൻ തയ്യാറാക്കുവാൻ കഴിയും. വിദേശത്തുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്ന മാസമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 5-ലും 6-ലും വ്യാഴം 2-ലും ചൊവ്വ 6-ലും സഞ്ചരിക്കുകയാൽ നീണ്ട നാളത്തെ സ്വപ്നങ്ങളെല്ലാം തന്നെ ഫലവത്താകും. പുതിയ ചുമതലകൾ ലഭിക്കുവാനിടയുണ്ട്. ഇഷ്ടാനിഷ്ടങ്ങൾ മുഖം നോക്കാതെ പ്രകടിപ്പിക്കുന്നതിനാൽ ശത്രുക്കൾ കൂടുവാൻ ഇടയുള്ള മാസമാണ്. അതുപോലെ ശാസ്ത്ര ഗവേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശോഭിക്കുവാൻ കഴിയും. കുടുംബക്ഷേത്രത്തിലെ ഉത്സവാദികൾക്ക് നേതൃത്വം വഹിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുവാൻ കഴിയും. രോഗികളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നതാണ്. പുനരധിവാസ കാര്യങ്ങളിൽ സക്രിയമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിയും. നിക്ഷേപങ്ങളിൽ നിങ്ങൾക്ക് കരുതലുണ്ടാകണം. ഇടപാടുകളുടെ കൃത്യമായ കണക്ക് എഴുതി സൂക്ഷിക്കുന്നതിൽ ഉപേക്ഷ വിചാരിക്കരുത്. വസ്തു വിൽപ്പനയിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. വ്യവഹാരത്തിൽ നിന്നും പിൻവാങ്ങുകയാണ് ഉത്തമം. പിതാവിൻ്റെ ആരോഗ്യപരമായ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നക്ഷത്രാധിപനായ വ്യാഴം ഉച്ചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന മാസമാണ്. ഭൗതികമായ സാഹചര്യങ്ങൾ ഉയരും. മുൻപ് വളരെയധികം പരിശ്രമിച്ചിട്ടും ഫലിക്കാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ലഘുപ്രയത്നത്തിലൂടെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും.
വീടിൻ്റെ നിർമ്മാണം തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. വില കൂടിയ വാഹനം വാങ്ങുവാൻ കഴിയും. കർമ്മരംഗത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ വിശ്വസ്തത നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. സംഘടനകളുടെ നേതൃത്വം ലഭിക്കാം. അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ട മാസമല്ല. സ്വാശ്രയ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കായുള്ള വായ്പാ സഹായം നേടുന്നതാണ്. അന്യദേശത്ത് തൊഴിൽ തേടുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത പുലർത്തുവാൻ കഴിയും. അതുപോലെ തന്നെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഈ മാസം നടത്തുന്നത് വളരെയധികം ഗുണകരമാകും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നക്ഷത്രാധിപനായ ശനിക്ക് വക്രസഞ്ചാരമുള്ളതിനാൽ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം തുടരുന്നതാണ്. ലഘുപ്രയത്നത്താൽ നേടേണ്ട കാര്യങ്ങൾക്ക് വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരും. പുനരാലോചന കാരണം കർമ്മരംഗത്ത് ശരിയായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. പൊതുപ്രവർത്തകർക്ക് ജനകീയത കുറയുന്നതായി അനുഭവപ്പെടും. ജന്മവ്യാഴം നിലവിലെ പദവിയിൽ തുടരുന്നത് വിഘാതമുണ്ടാക്കുവാനിടയുണ്ട്. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു ആശ്വാസമായി ഭവിക്കില്ല. പുതിയ അവസരങ്ങൾക്കായി അല്പം കൂടി കാത്തിരിപ്പ് തുടരേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന കാര്യത്തിൽ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ്. അനുരാഗികൾക്ക് ആനന്ദിക്കുവാൻ കഴിയും. ദാമ്പത്യത്തിൽ സമാനമായ സംതൃപ്തി വരുന്നതാണ്. കമ്മീഷൻ, ജോലി, ഏജൻസികൾ, കരാർ പണികൾ ഇവയിൽ നിന്നും വളരെയധികം നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. സ്വാഭാവികമായുള്ള കഴിവുകൾക്ക് വളരെയധികം നേട്ടമുണ്ടാകും. ആത്മവീര്യം വർദ്ധിക്കുന്നതാണ്. ജന്മവ്യാഴം കൂട്ടുകച്ചവടത്തിൽ ആദായം വളർത്തുന്നതാണ്. യാത്രകൾ അലച്ചിലായി മാറുമെങ്കിലും ഭാവിയിൽ ഗുണകരമായി ഭവിക്കുന്നതാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കുന്നതാണ്. ഗൃഹത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കും. വീട് പണി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ്. ബന്ധുക്കളുടെ സഹകരണം ഗുണകരമാകും. രോഗപ്രതിരോധ ശക്തി കുറയുകയാൽ മരുന്ന് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അഷ്ടമ രാഹു അലർജികൾക്ക് കാരണമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സഹായികൾ, ട്യൂഷൻ എന്നിവ വേണ്ടി വന്നേക്കും. പാരമ്പര്യമായിട്ടുള്ള തൊഴിലിനോട് വിപ്രപത്തി തുടരുന്നതാണ്. നിങ്ങളുടെ വായ്പകൾക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടണമെന്നില്ല. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം കരുതൽ വേണം. ന്യായമായ ആവശ്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന മാസമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 3, 4 ഭാവങ്ങളിലും ശനി അഷ്ടമത്തിലും വ്യാഴം 12ലും സഞ്ചരിക്കുകയാൽ നിലവിലെ സ്ഥിതി തന്നെ തുടരാനാണ് സാധ്യത. നവംബർ ആദ്യ പകുതിയിൽ കാര്യസാധ്യവും കുറച്ചുകൂടി എളുപ്പമാകും. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യം, അനുമതി ഇവ ലഭിക്കുന്നതാണ്. സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. സഹോദരീ സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന മാസമാണ്. വ്യാഴം 12ലാകിയാൽ ദൈവിക സമർപ്പണങ്ങൾ, തീർത്ഥാടനം ഇവ നടന്നു കിട്ടും. നല്ല കാര്യങ്ങൾക്കായി പണച്ചെലവ് അധികരിക്കുന്നതാണ്. 7ലെ രാഹുവിനിയാൽ പ്രണയം, ദാമ്പത്യം ഇവയിൽ ക്ലേശങ്ങളുണ്ടാകും. അഷ്ടമശനി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ്. പഠനം, ഗവേഷണം ഇവയിൽ മുന്നേറുവാൻ സാധിക്കും. വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകുന്ന മാസമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നക്ഷത്രാധിപനായ ശുക്രൻ ബലവാനായി സഞ്ചരിക്കുകയാൽ നിലപാടുകളെ പിന്തുണയ്ക്കുവാൻ കഴിയും. തൊഴിൽ രംഗത്തെ സ്ഥിരത അനുഭവിക്കാം. ഭൗതികമായ സാഹചര്യം അഭിവൃദ്ധിപ്പെടുന്നതാണ്. കലാപരമായ നിങ്ങളുടെ വാസനകൾ പുഷ്ടിപ്പെടും. പാരിതോഷികങ്ങൾ ലഭിക്കുന്നതാണ്. ആടയാഭരണങ്ങൾ വാങ്ങുവാൻ കഴിയും. ഉന്നത ഉദ്യോഗസ്ഥർ സഹായഹസ്തം അരുളാം. താൽക്കാലികമായി ചില ആനുകൂല്യങ്ങൾ ഭവിക്കുന്നതാണ്. വ്യാഴം 12ൽ സഞ്ചരിക്കുകയാൽ ചെലവ് അധികരിക്കുന്നതാണ്. ഗൃഹത്തിൽ സ്വസ്ഥത കുറയുവാനിടയുണ്ട്. ധനസമ്മർദ്ദങ്ങൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടും. ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരാം. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി നീളുന്നതാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതൽ മെച്ചം വരുന്നതാണ്.
തീർത്ഥാടനം മൂലം മനസമാധാനം വന്നു ചേരും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഉറപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിർവഹണ സന്ധിയിൽ എത്തിക്കുവാൻ കഴിയും. മറ്റുള്ളവരുടെ സഹകരണം പ്രതീക്ഷിക്കാതെ തന്നെ മുന്നിട്ടിറങ്ങുവാൻ കഴിയും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ്. കുറഞ്ഞ ചിലവിൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിൽ സംഘടനയിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പിന്തുണ പ്രതീക്ഷിക്കാം. എന്നാൽ വേതന വർധനവിനുള്ള സാധ്യത കുറവാണ്. പല കാര്യങ്ങളുടെയും നിയമവശം വിദഗ്ധരിൽ നിന്നും ചോദിച്ചറിയും. ചിലരോടുള്ള പഴയ പിണക്കം മറക്കുന്നതിനുള്ള സാഹചര്യം ഉദിക്കുന്നതാണ്. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകും. ദാമ്പത്യ കാര്യങ്ങളിൽ അനുരഞ്ജനത്തിന് വഴി സ്വീകരിക്കേണ്ടി വരുന്നതാണ്. ഏഴാം ഭാവത്തിലെ പാപഗ്രഹ സാന്നിധ്യം പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രതികൂലമാകുന്നതാണ്. ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റുവാനും കഴിയുന്ന മാസമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. 11-ാം വ്യാഴം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. പുതിയ സംരംഭങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരും. കർമ്മ മേഖലയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ആദിത്യൻ ചൊവ്വ ഇവർ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ലക്ഷ്യപ്രാപ്തി സുഗമമാകും. വിദഗ്ധ ഉപദേശം പ്രയോജനപ്പെടുന്നതാണ്. ഗവേഷണ പ്രബന്ധം പൂർത്തിയാക്കുവാൻ സാധിക്കും. ജോലി തേടുന്നവർക്ക് നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ കൈവരുന്നതാണ്. കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കുവാൻ കഴിയും. കലാരംഗത്തുള്ളവർക്ക് പരിശീലനത്തിലൂടെ പുതുകാര്യങ്ങൾ പഠിക്കുവാൻ കഴിയുന്നതാണ്. വധുവിലാസം അഭിനന്ദിക്കപ്പെടും. പ്രണയിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അടുക്കുവാനും കഴിയുന്ന മാസമാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റത്തിലൂടെ ആശ്വാസം ഭവിക്കുന്നതാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ കാര്യങ്ങളിലും സംതൃപ്തി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. പലപ്പോഴും ഏകാന്തമായ പോരാട്ടം നടത്തേണ്ടി വരുന്ന മാസമാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വിഷമിക്കേണ്ടി വരും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അനുമതിക്ക് ആവർത്തിത ശ്രമം വേണ്ടി വരുന്ന മാസമാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് പ്രതീക്ഷിച്ചതിലും അധികം പണച്ചെലവ് വന്നു ചേരും. ഗൃഹത്തിലെ നവീകരണം പൂർത്തിയാക്കുവാൻ കഴിയും. ഭോഗസുഖം ഭവിക്കുന്നതാണ്. വിവാദങ്ങളിൽ നിന്നും ഒഴിയുന്നതാണ് ഉചിതം. വ്യവഹാരം കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കുവാനുള്ള ശ്രമം നടത്തേണ്ടി വരും. ജന്മനാട്ടിലെ ഉത്സവത്തിന് സകുടുംബം പങ്കെടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ഓൺലൈൻ വ്യാപാരം അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങളുടെ വായ്പയുടെ തിരിച്ചടവ് വൈകുവാനിടയുള്ള മാസമാണ്. പാരമ്പര്യ തൊഴിലിൽ മാറ്റം കൊണ്ടുവരുവാൻ കഴിയും. പുതിയ തലമുറയുമായി ഒത്തുപോകുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരുന്നതാണ്. വിദേശത്ത് പോകാൻ കാത്തിരുന്ന അവസരം ഈശ്വര അനുഗ്രഹത്താൽ കൈവരുന്ന മാസമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. അനുകൂല സന്ദർഭങ്ങൾ വന്നു ചേരുമെങ്കിലും അവയിൽ പലതും ശരിയായി പ്രയോഗിക്കാനാകാതെ വിഷമിക്കേണ്ടി വരും. കൃത്യനിഷ്ഠ പുലർത്തുവാൻ കഴിഞ്ഞേക്കില്ല. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകുന്നതാണ്. സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി മുന്നിട്ടിറങ്ങുവാൻ കഴിയും. തന്മൂലം അകാരണമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ്. വൈകിയാലും പ്രതീക്ഷിച്ച ധനം കൈവശം എത്തുന്ന മാസമാണ്. എങ്കിലും ശുക്രൻ ജന്മരാശിയിലൂടെ കടന്നു പോകുകയാൽ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരം സംജാതമാകുന്നതാണ്. ഉപാജപങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തണം. 2-ാമിടത്ത് ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ പരുഷ വാക്കുകൾ പറയുവാൻ ഇടവരുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ആദർശം പറയുമെങ്കിലും പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കില്ല. പ്രായോഗികത എല്ലാ കാര്യങ്ങളിലും ഉയർന്നു നിൽക്കുന്നതാണ്. സാങ്കേതികമായ കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയും. പുതിയ തരം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ പരസ്യത്തിൻ്റെ സഹായം വേണ്ടിവരും. ഏജൻസി പ്രവർത്തനം കുറച്ചൊക്കെ സാമ്പത്തിക ലാഭത്തിന് കാരണമാകും. പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലിയിൽ തൃപ്തി കുറയുന്നതാണ്. ഇപ്പോൾ പുതിയ അവസരങ്ങൾ തേടിയെത്തണമെന്നില്ല. വേണ്ടപ്പെട്ടവരുടെ പാരിതോഷികങ്ങൾ വളരെയധികം സന്തോഷമുണ്ടാകും. സ്ത്രീകളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനം എതിർപ്പുകൾക്കും കാരണമാകും.
കുടുംബത്തോടൊപ്പം വിനോദയാത്ര നടത്തുവാൻ ഉള്ള ഭാഗ്യമുണ്ടാകും. വസ്തു വിൽപ്പനയിൽ നഷ്ടം വരുവാൻ ഇടയുള്ള മാസമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. 12ലും ജന്മരാശിയിലുമായി ആദിത്യനും ജന്മരാശിയിലെ ബുധ കുജന്മാരും പ്രതിബന്ധങ്ങൾ സമ്മാനിക്കും. നക്ഷത്രാധിപനായ ശനിയുടെ വക്രഗതിയാൽ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ കുഴയുന്നതാണ്. ഉദ്യോഗത്തിൽ സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടുമുള്ള പൊരുത്തക്കേട് മാറി വളരെയധികം രമ്യതയിൽ പോവാൻ കഴിയുന്ന മാസമാണ്. ചില പ്രശ്നങ്ങൾക്ക് കാര്യകാരണ ബന്ധം കണ്ടെത്തുവാൻ കഴിഞ്ഞേക്കില്ല. സ്വാശ്രയ വ്യാപാരത്തിൽ പണവരവ് വർദ്ധിക്കും. സഹോദരങ്ങളിൽ നിന്നും സഹായം സ്വീകരിക്കുവാൻ കഴിയുന്നതാണ്. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ പറ്റിയുള്ള കാര്യമായി ആലോചിക്കേണ്ടി വരും. അയൽ തർക്കങ്ങൾ പരിഹൃതമാകും. വ്യാഴം ഭാഗ്യഭാവത്തിൽ തുടരുകയാൽ ചില അപ്രതീക്ഷിത നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പിതാവിന് ജോലിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. പേരക്കുട്ടികൾക്കൊപ്പം കുറച്ചുനാൾ താമസിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ചൊവ്വയും ബുധനും ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മനസ്സംഘർഷം ഭവിക്കുന്നതാണ്. പ്രതീക്ഷിച്ച നിയമനം കിട്ടുവാൻ അല്പം കൂടി കാത്തിരിപ്പ് തുടരേണ്ടി വരും. ഉദ്യമ സാഫല്യത്തിന് ആവർത്തിച്ചുള്ള യാത്രകൾ വേണ്ടി വരുന്നതാണ്. പ്രായോഗിക വശങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. പാരമ്പര്യമായ തൊഴിലുകളിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാം. തൊഴിലിനുതകുന്ന പുതിയ വാഹനം വാങ്ങേണ്ടി വരും. നറുക്കെടുപ്പിലൂടെയും മറ്റും ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹ്രസ്വകാല സാങ്കേതിക കോഴ്സുകൾക്ക് ചേരുവാനുള്ള ഭാഗ്യമുണ്ടാകും. വിഷയങ്ങൾ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നതിൽ മിടുക്ക് കാട്ടുന്നതാണ്. ബന്ധുതർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക. പ്രവർത്തനോർജം വളരെയധികം വർദ്ധിക്കും. ദൈവിക സമർപ്പണങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. അനുരാഗികൾക്ക് ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും ഈ മാസം കഴിയുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. സ്ഥിതിഗതികൾ താരതമ്യേന അനുകൂലമാണ്. തൊഴിലിടത്തിൽ സമാധാനം പ്രതീക്ഷിക്കാം. ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. നിലവിലെ സ്ഥിതി അതുപോലെ തന്നെ തുടരുകയാകും നല്ലത്. സാമ്പത്തികം മുടക്കി പുതിയ പാഠങ്ങൾ വിപുലീകരണങ്ങളും ഇപ്പോൾ ഫലപ്രദമാകില്ല. പതിവിലും കൂടുതൽ യാത്രകൾ ഉണ്ടാകും. ജന്മരാശാധിപനായ വ്യാഴം ഉച്ചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സഭകളിൽ ബഹുമാനിക്കപ്പെടും. എന്നാൽ വ്യാഴസ്ഥിതി അഷ്ടമഭാവത്തിലാകിയാൽ സ്വതന്ത്രപരമായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉരുത്തിരിയുന്നതാണ്. ഗൃഹനിർമ്മാണം മെല്ലെയാകും. വില കൂടിയ വസ്ത്രാഭരണാദികൾ വാങ്ങി ധനം ചെലവാകുന്നതാണ്. കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ പ്രതീക്ഷിക്കാം. കാമുകിയെ കാമുകന്മാർക്ക് സന്തോഷിക്കാനുള്ള സന്ദർഭങ്ങളും വന്നു ചേരുന്ന മാസമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നീതിയുക്തമായ നടപടികളിലൂടെ സമൂഹത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. കൃത്യനിഷ്ഠയും ഉൾക്കാഴ്ച നിറഞ്ഞ പ്രവർത്തന ശൈലിയും മേലധികാരികളാൽ പ്രശംസിക്കപ്പെടുന്നതാണ്. സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. വ്യക്തിപരമായോ ഔദ്യോഗികമായോ യാത്രകൾ ഉണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ്. വ്യാപാര വ്യവസായാദികൾ വിപുലീകരിക്കുവാൻ വായ്പകൾക്ക് അപേക്ഷിക്കും. ഭൂമി സംബന്ധിച്ച അവകാശ തർക്കങ്ങൾ ഉടലെടുക്കാം. പാരിതോഷികങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. അഭിനയം, സംഗീതം, ചിത്രകല തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചെന്നു വരാം. മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ധനുരാശിക്കാർക്ക് തൊഴിലിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കരാറുകൾ പുതുക്കി കിട്ടും. ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. ബന്ധങ്ങളുടെ ദാർഢ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകും. കടബാധ്യതകൾ മാറിക്കിട്ടുന്നതാണ്. മകരരാശിക്കാർക്ക് കൂട്ടുകച്ചവടത്തിൽ വളരെയധികം പുഷ്ടി പ്രതീക്ഷിക്കാം. യാത്രകൾ മൂലം നേട്ടങ്ങൾ സമാഗതമായേക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ്. ചെറുപ്പക്കാരുടെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം.
നിങ്ങളുടെ അർഹതയ്ക്കൊത്ത പുതിയ ജോലി ലഭിക്കുവാൻ ഇടയുള്ള മാസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടവരുടെ സന്ദേശം വളരെയധികം സന്തോഷം സമ്മാനിക്കുന്ന മാസം കൂടിയാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 10, 11 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ തൊഴിലിൽ സ്ഥിരതയും സമാധാനവും പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുടെ ആദരം ലഭിക്കുന്നതാണ്. വ്യാപാരികൾക്ക് ഉപഭോക്താക്കളുടെ പ്രീതി കൈവരും. ആദായം തടസ്സപ്പെടില്ല. വിവിധ വിഷയങ്ങളെ കാര്യമായ തോതിൽ ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയിൽ ദിശാബോധമുണ്ടാകും. സൗഹൃദം വളരെയധികം മെച്ചപ്പെടുന്നതാണ്. ബന്ധുക്കളുടെ സ്വീകാര്യതയുണ്ടാകും. നേതൃപാടവം പ്രശംസിക്കപ്പെടും. പുതിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ അനുകൂലമായ സാഹചര്യം വന്നെത്തുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യം പങ്കിടില്ല. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയും. വ്യാഴം ഉച്ചനായി ജന്മരാശിയെ നോക്കുകയാൽ മനസ്സുഖം, ഉന്നതി, ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. മകരരാശിക്കാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ വന്നെത്തും. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ലാഭം പ്രതീക്ഷിക്കാം. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ കഴിയുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വസിക്കുവാൻ പറ്റിയ മാസമാണ്. ഉന്നതരുടെ പ്രോത്സാഹനം വളരെയധികം കരുത്തേകും. ശുപാർശകൾ ഫലം കാണുന്നതാണ്. നിലവിലെ ജോലിയിൽ പദവി ഉയരും. ശമ്പള വർധനവിനുള്ള സാധ്യതയുണ്ട്. പാർട്ണർഷിപ്പിലൂടെ വിപണിയിൽ സ്ഥാനം പിടിക്കുവാൻ കഴിയുന്നതാണ്. ഗവേഷകർക്ക് പുതിയ നിഗമനങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുവാനുള്ള കഴിവുണ്ടാകും. കുംഭരാശിക്കാർക്ക് സമ്മിശ്രമായ ഫലം ഭവിക്കുന്നതാണ്. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ആശ്വാസകരമാകില്ല. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. പ്രണയിക്കുന്ന ആളുകൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരുന്ന മാസമാണ്. ധനവരവ് സുഗമമാക്കില്ല. ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടി വരുന്ന മാസം കൂടിയാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. അല്പലാഭങ്ങൾ ഉണ്ടാകും. പ്രയത്നത്തിനുള്ള അംഗീകാരം കിട്ടുന്നതാണ്. തൊട്ടു മുന്നിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവയെ വിജയിപ്പിക്കുവാൻ പരിശ്രമിക്കുകയാകും ഇപ്പോൾ കരണീയം. വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ശ്രമിച്ചാൽ തടസ്സങ്ങൾ ഉണ്ടാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പൊതു ചികിത്സ ആവശ്യമായി വരുന്നതാണ്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാൻ മുതിർന്നവർ വളരെയധികം ശ്രമിക്കേണ്ടി വരും. പാരമ്പര്യ വസ്തുക്കൾ സംരക്ഷിക്കുവാൻ ചെലവുണ്ടാകുന്നതാണ്. ഭൂമി വിൽക്കുവാനുള്ള തീരുമാനത്തിന് കുടുംബത്തിൻ്റെ പിന്തുണ കിട്ടിയേക്കില്ല. ബിസിനസ് യാത്രകൾ പ്രയോജനമുണ്ടാകും. വിദേശത്ത് കഴിയുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം കരുതലുണ്ടാകണം. നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും. നക്ഷത്രത്തിൽ ശനി രാഹു സഞ്ചാരമുള്ളതിനാൽ ആത്മവിശ്വാസത്തിന് ഭംഗം വരുന്നതാണ്. ആലസ്യം പിടികൂടാം. ഗുണകരമല്ലാത്ത കൂട്ടുകെട്ടുകളുടെ പിടിയിൽ നിന്നും പുറത്തു വരുവാൻ പറ്റാതെ വിഷമിക്കേണ്ടി വരും. സർക്കാരിൽ നിന്നുമുള്ള അനുമതി ലഭിച്ചേക്കില്ല. നക്ഷത്രാധിപനായ വ്യാഴം ഉച്ചത്തിലാകയാൽ തൊഴിലിടത്തിൽ അംഗീകാരം കിട്ടുന്നതാണ്. സാമ്പത്തിക സമ്മർദ്ദത്തിന് തെല്ല് അയവുണ്ടാക്കും. ചില സഹായഹസ്തങ്ങൾ തേടി വരുന്ന മാസമാണ്. ഉപാജപങ്ങളെ തടയാൻ സാധിക്കുന്നതാണ്. ഗുരുജനങ്ങളെ കാണുവാനും അവരുടെ ഹിതവാക്കുകൾ കേൾക്കുവാനും കഴിയും. പ്രാർത്ഥനകളിലൂടെ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. വിനോദ ആത്മീയ യാത്രകൾ ഉണ്ടാകും. കുടുംബ സംഗമത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നതാണ്. ഉന്നത ബിരുദമുള്ളവർക്ക് ഗവേഷണത്തിനുള്ള അവസരം കൈവരുന്ന മാസമാണ്. പൊതുപ്രവർത്തകർക്ക് വെല്ലുവിളി നിറഞ്ഞ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അറിയാത്ത കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള സാവകാശം ചോദിക്കുന്നതാണ്. ആത്മവിശ്വാസം ഇടയ്ക്കിടെ ചോരുന്നതായി അനുഭവപ്പെടും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുന്നതാണ്. ഭൗതികമായ സാഹചര്യം മെച്ചപ്പെടുന്ന മാസം കൂടിയാണ്. തൊഴിലിൽ നവീകരണത്തിൻ്റെ പാതയിലേക്ക് കുതിക്കും. കടക്കാരുടെ ഭീഷണി മനക്ലേശം സമ്മാനിക്കുന്നതാണ്. ക്രിയാപരതയും ഉയരുന്ന കാലമാണ്.
കലാവാസന തിരിച്ചറിയുവാൻ കഴിയും. സന്താനങ്ങൾക്ക് വളരെയധികം ശ്രേയസ് ഉണ്ടാക്കുന്ന മാസമാണ്. ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. ആർഭാടം നിയന്ത്രിക്കാനാകാതെ കുഴങ്ങുന്നതാണ്. ഉദ്യോഗത്തിൽ നിന്നും പിരിഞ്ഞവർക്ക് കിട്ടേണ്ട തുക ഭാഗികമായി ലഭിക്കുന്ന മാസമാണ്. നിങ്ങളുടെ പേരക്കുട്ടികളോടൊപ്പം നേരം ചെലവഴിക്കുന്നതിൽ മനസ്സിൽ ആഹ്ലാദമുണ്ടാകും. മേലധികാരിയുടെ അമിതമായ അധികാരം ചെറുക്കുന്നതാണ്. സംഘടനയിൽ നിങ്ങളുടെ സ്വാധീനം ഉയർന്നേക്കും. സുതാര്യ സമീപനം പ്രശംസിക്കപ്പെടുന്നതാണ്. പൂർവിക സ്വത്ത് സംരക്ഷിക്കുവാൻ ചെലവുണ്ടാകും. പ്രായോഗിക ചിന്ത കാര്യവിജയത്തിന് കാരണമാകുന്നതാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ പഠിച്ചറിയുവാനുള്ള സന്നദ്ധതയുണ്ടാകും. ഭൗതിക കാര്യങ്ങളിൽ എന്ന പോലെ ആത്മീക കാര്യങ്ങളിലും ശ്രദ്ധ കാട്ടുവാൻ കഴിയുന്നതാണ്. വാക് ശക്തി പരുഷമാകുന്നതിനാൽ കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉയരും. ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും കഴിയുന്ന മാസമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.